welcome back to a very exciting episode of Vivel Kayil Oru Kodi. Are you ready? Powered by Josco Jewelers. സൗണ്ടിനാണോ അതോ ലൈറ്റിനാണോ കൂടുതൽ വേഗത? You know what I think? 1 കോടി രൂപ മുന്നിൽ കാണുമ്പം നമ്മുടെ ഹാർട്ട് അടിക്കുന്ന ഒരു മിടിപ്പുണ്ടല്ലോ, അതിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡ്. മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ഗെയിം ഷോ ആണ്. മത്സരാർത്ഥിക്ക് മത്സരത്തിന് മുൻപേ 1 കോടി രൂപ സമ്മാന തുകയായി കൊടുക്കുന്ന ഏക ഗെയിം ഷോ വിവൽ കയ്യിൽ ഒരു കോടി. Are you ready? കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്ന ദിനേശും ജിഷയും, ഇവർ 2 പേരാണ് നമ്മുടെ മത്സരാർത്ഥികൾ. 1 കോടി വെച്ചിട്ടാണ് അവർ ഗെയിം തുടങ്ങിയത്. 20 ലക്ഷം മാത്രമേ അവർ ഇനിയും നഷ്ടപ്പെട്ടിട്ടുള്ളൂ. കോഴികളൊക്കെ സുഖമായിരിക്കുന്നു? കോഴികളൊക്കെ സുഖം. ഇപ്പൊ ഞാൻ ടെൻഷനിലാണ്, കാരണം എന്റെ കോഴികൾ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ആ പോൾട്രി ഫാം ഒന്നും കൂടെ നന്നാക്കി എടുക്കാൻ ദാ ഈ 1 കോടി നിങ്ങളോട് ഡാഡി മമ്മി വീട്ടിലില്ല, അതുകൊണ്ട് തടപ്പോടാൻ ആരുമില്ല. എന്ത് വേണമെങ്കിൽ ചെയ്തോ. 80 ലക്ഷം, ഹ്യൂജ് amount of money. Top or drop? Yes! ആദ്യത്തെ ചോദ്യത്തിൽ തുടങ്ങി 1 കോടിയിൽ നിന്ന് ഇപ്പൊ 3ാമത്തെ ചോദ്യം നമ്മൾ എത്താൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് 80 ലക്ഷമാണ് കയ്യിലുള്ളത്. 80 ലക്ഷം ഇപ്പോഴും കയ്യിലുണ്ട്. ഇന്ന് 3ാമത്തെ ചോദ്യമാണ് അവർ ഇന്ന് ഫേസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് us welcome once again കോഴിക്കോട് ദിനേശും ജിഷയും. വെൽക്കം ബാക്ക്. വെൽക്കം. ഇന്ന് സെയിം എനർജി ആയിട്ടാണോ വന്നിരിക്കുന്നത്? എന്തായിരുന്നു ഇന്നലെ രാത്രിയത്തെ വീട്ടിലത്തെ സിറ്റുവേഷൻ, അത് പറയോ? കുട്ടികളായിട്ട് സംസാരിച്ചോ? 20 ലക്ഷം പോയി. അവർ ഒരുപാട് വഴക്ക് പറഞ്ഞു. 80 തിരിച്ചു വരുന്നു പറഞ്ഞോ? 80 എന്തായാലും വരും ഉറപ്പ് കൊടുത്ത് വന്നിരിക്കും. ഓക്കെ, എന്താണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്? കുട്ടികൾക്ക് ഞാൻ ഒരു യൂറോപ്യൻ ടൂറാണ് പറഞ്ഞത്. സൂപ്പർ, ദാറ്റ്സ് അമേസിംഗ്. ഓൾറൈറ്റ്, അപ്പം ഗെയിം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് 3ാമത്തെ ചോദ്യമാണ് ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ആൻസർ ഓപ്ഷൻ എപ്പോഴും ഫ്രീ ആക്കി വെക്കുക. കോൺഫിഡന്റ് ആണെങ്കിൽ എല്ലാ കാശും നിങ്ങൾക്ക് ഒരു ബോക്സിന്റെ മുകളിൽ വെക്കാം. മറിച്ചാണെങ്കിൽ 2ഓ 3ഓ ബോക്സസിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന ടൈം 60 സെക്കൻഡ്സ് ആണ്. നമ്മൾക്ക് ഗെയിം പൊസിഷൻ നോക്കാം എന്താന്ന്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഗെയിം പൊസിഷൻ. ഗെയിം പൊസിഷൻ ഇതാണ്. 7 ചോദ്യത്തിൽ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 5 ചോദ്യങ്ങൾ ബാക്കി. നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് 3ാമത്തെ ചോദ്യമാണ്. 80 ലക്ഷം രൂപ ഇപ്പോഴും കയ്യിലുണ്ട്. വേറൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ, ക്വിക്ക് ചേഞ്ച് ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഇത് ഇനിയും യൂസ് ചെയ്തിട്ടില്ല. എക്സ്ട്രാ 30 സെക്കൻഡ്സ് ആണ്. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കാൻ പറ്റുക, ഒരു പ്രാവശ്യം. സോ 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. You ready to play? Okay, ready. So let's play Vivel Kayil Oru Kodi. Are you ready? So ആദ്യത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് നമുക്ക് നോക്കാം. ചിത്രരചന, കലാരൂപം. കലാരൂപം. ആൻസർ ഓപ്ഷൻസ് ഇതാണ്: കഥകളി, കൂടിയാട്ടം, തെയ്യം, കളരിപ്പയറ്റ്. ചോദ്യം: ഇതിൽ ഏത് കലാരൂപത്തിനാണ് യുനെസ്കോ മാസ്റ്റർ പീസ് ഓഫ് ദി ഓറൽ ആൻഡ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന ബഹുമതി നൽകിയിരുന്നത്? ആൻസർ ഓപ്ഷൻസ് വീണ്ടും ഇതാണ്: കഥകളി, കൂടിയാട്ടം, തെയ്യം, കളരിപ്പയറ്റ്. ആലോചിച്ച് തീരുമാനിക്കാം. സമയം ആരംഭിച്ചിരിക്കുന്നു. 50 seconds left. 40 seconds remaining. 30 seconds remaining. 20 seconds remaining. 10.
നിങ്ങൾക്ക് ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? ഇപ്പൊ തീരുമാനിക്കാം. യെസ് ഓർ നോ? എനിക്കറിയില്ല. ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. വേണ്ട 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 വേണ്ട. ഓക്കെ, വേണ്ട. വേണ്ട. ഓക്കെ, സ്റ്റെപ്പ് അപ്പ്. ലെറ്റ്സ് സീ. ഇതിൽ ഏതാ ശരിയെന്ന് നമുക്ക് നോക്കാം. കഥകളിയിൽ 44 ലക്ഷം, മെജോറിറ്റി ക്യാഷ് കഥകളിയിലാണ്. കളരിപ്പയറ്റ് 24 lakhs, സെക്കൻഡ് ലാർജസ്റ്റ് എമൗണ്ട്. പിന്നെ തെയ്യം 12 ലക്ഷം. ഏതാണ് ടോപ്പ് ഓർ ഡ്രോപ്പ്? മുപ്പത്താറ് ലക്ഷം പോയിരിക്കുന്നു. സമാധാനിക്കൂ, സമാധാനിക്കൂ, വലിയൊരു ശ്വാസം വിട്ടു. ഓക്കെ, കൂടിയാട്ടം നിങ്ങളൊന്നും വെച്ചിട്ടില്ല. കഥകളിയിൽ 44 ലക്ഷം ഉണ്ട്. ശരിയാണെങ്കിൽ 44 ലക്ഷം. നാലാമത്തെ ചോദ്യത്തിലേക്ക്. ഓക്കെ, കഥകളിയാണോ കൂടിയാട്ടം ആണോ? ശരിക്കുള്ള ആൻസർ 44 ലക്ഷം കഥകളിയിലുണ്ട്. ഒന്നുമില്ല കൂടിയാട്ടത്തിൽ. ടോപ്പ് ഓർ ഡ്രോപ്പ്? പ്രശ്നമില്ല, പ്രശ്നമില്ല, പ്രശ്നമില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓ മൈ ഗോഡ്, കൂടിയാട്ടം എൻ്റെ മനസ്സിൽ വന്നില്ല. 44 ലക്ഷവും പോയി. 80 ലക്ഷം ഈ ചോദ്യത്തിന് മുന്നേ ഉണ്ടായിരുന്ന 80 ലക്ഷവും പോയി. ഐ എം സോ ഷോക്ക്ഡ്. കുഴപ്പമില്ല, ഇന്ന് രാത്രി സമാധാനമായിട്ട് ഉറങ്ങോ? സമാധാനമായിട്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ലൈഫ് ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? ലൈഫ് ഇസ് എനിവേ ബ്യൂട്ടിഫുൾ. ഇതിൽ പങ്കെടുക്കാൻ കഴിയാന്ന് പറഞ്ഞ താങ്ക് യു സോ മച്ച് ദിനേശും ജിഷിയും ഇത്രയും എനർജറ്റിക് ആയിട്ട് വന്നിട്ട്. ഐ എം സോ സോറി യു ആർ ഗോയിങ് ബാക്ക് വിത്ത് നത്തിങ്. ബട്ട് നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് വിവൽ വക ഒരു ചെറിയ ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. ഓക്കെ, വിച്ച് വിൽ ബി ഗിവൻ ടു യു. Give them a huge round of applause. You did really well. Thank you very much. Thank you very much. നാട്ടിലേക്ക് തിരിച്ച് നന്നായിട്ട് സന്തോഷത്തോടെ പോവാ. ഓക്കെ, സോ എല്ലാവിധ ഭാവങ്ങളും ഞാൻ തരുന്നു. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ പ്ലേയിങ് വിത്ത് us. ബൈ ബൈ. ലൈഫില് നിമിഷങ്ങൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വലിയ മൂല്യമുള്ള സാധനമാണ്. വീട്ടിലിരിക്കുന്ന പ്രേക്ഷകർക്കും നിങ്ങളുടെ നിമിഷങ്ങൾ ശരിക്ക് യൂട്ടിലൈസ് ചെയ്യാം. പ്ലീസ് സെൻഡ് ഇൻ യുവർ SMS. നിങ്ങൾക്ക് 4 ആൻസർ ഓപ്ഷൻസ് ആണ് ഞാൻ തരാൻ പോകുന്നത്. ആൻസർ ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ പയ്യനാട്, ഓപ്ഷൻ ബി നെടുങ്ങാടി, ഓപ്ഷൻ സി വള്ളുവനാട്, ഓപ്ഷൻ ഡി ചേരനാട്. ഇതിനുള്ള ചോദ്യം എന്താണെന്ന് അറിയാൻ കുറച്ചു നേരം കൂടെ കാത്തു നിൽക്കണം. കാരണം നമ്മുടെ അടുത്ത മത്സരാർത്ഥികൾ അവരുടെ ഓരോരോ സെക്കൻഡ് വേസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ് us go for a short break on Vivel. കയ്യിൽ ഒരു കോടി. Are you ready?
വെൽക്കം ബാക്ക് ടു വിവൽ കയ്യിൽ ഒരു കോടി. ആർ യു റെഡി? പവർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. കോഴിക്കോട് നിന്ന് വന്ന ദിനേശും ജിഷയായിരുന്നു നമ്മുടെ കൂടെ മത്സരിച്ചുകൊണ്ടിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഒരു കോടി മുഴുവനും മൂന്നാമത്തെ ചോദ്യത്തിൽ തന്നെ പോയി. സോ വി ഹാവ് our next contestants. ഇപ്പൊ മത്സരിക്കാൻ കാത്തു നിൽക്കുകയാണ്. Let us welcome Usha and Vijay Kumar from Palakkad. Welcome, sir. Nice to meet you. So, വിശേഷങ്ങൾ പറയൂ. How are you both related? She is my sister-in-law. Sister-in-law ആണ്. Sister. Okay, wife, sister. Okay. രണ്ടുപേരും പ്രോപ്പർ പാലക്കാട് നിന്നാണോ? Proper പാലക്കാട് ഡിസ്ട്രിക്ട്. Okay. ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം പറഞ്ഞ സ്ഥലം. വാണിയംകുളം. Right. Famous for കാളച്ചന്ത in Kerala. കാളച്ചന്തയൊക്കെ. At present, yes. Very nice. ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത് മണ്ണാർക്കാട് അടുത്ത് അലനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. Okay. എന്റെ നേറ്റീവ് വാണിയംകുളമാണ്. രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ടോ? എന്താണ് ചെയ്യുന്നത്? ഞാൻ ഗൾഫിലായിരുന്നു. ഓക്കെ. ഒരു 33 years എവിടെയായിരുന്നു? ഗവൺമെന്റ് സർവീസ് അബുദാബിയിലായിരുന്നു. ലാസ്റ്റ് ഇയർ ഞാൻ തിരിച്ചു വന്നത്. ഇപ്പൊ ഒരു ഫാർമസ്യൂട്ടിക്കൽ സിസ്റ്റർ-ഇൻ-ലോവിന്റെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ. വീട്ടിൽ തന്നെ ക്ലിനിക്കായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ. റൈറ്റ്. എന്താണ് നിങ്ങളെ എൻകറേജ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോടിയിലേക്ക്? എന്താണ് ആ ഒരു വാട്ട് യു വാണ്ട് ടു ഡു വിത്ത് ദിസ് മണി? എന്താണ് എൻകറേജ് ചെയ്തിരിക്കുന്നത് ഈ ഗെയിം ഷോയിൽ പങ്കെടുക്കാൻ? ഒരു പെർട്ടിക്കുലർ പേഴ്സൺ പേര് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ. വളരെ നീഡി ആയിട്ട് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആവശ്യമുള്ള ഒരു പയ്യനുണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ക്രോസിൽ വളരെ ആക്റ്റീവ് മെമ്പറാണ്. അപ്പൊ ഞങ്ങള് പൈസ കളക്ട് ചെയ്യായിരുന്നു. കുറച്ചൊക്കെ കളക്ട് ചെയ്ത് ബാങ്കിൽ വന്നിട്ടുണ്ട്. പക്ഷെ കിട്ടിയാൽ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് അവന് വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ്. എന്തായാലും സൂര്യ TV വക ഈ ഗെയിം ഷോയിലൂടെ നിങ്ങൾക്ക് കുറച്ച് പണം അതിലോട്ട് ഇടാൻ പറ്റുന്നു നമുക്ക് ഹോപ്പ് ചെയ്യാം. സോ ദിസ് ഇസ് യുവർ മണി. നിങ്ങളിപ്പോൾ കോടീശ്വരന്മാരാണ്. സോ യു ക്യാൻ ടച്ച് ദാറ്റ് മണി. അതിന്റെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം. കണ്ടതുകൊണ്ട് കാര്യമില്ല. ഓഫ് കോഴ്സ്. അത് ആദ്യം നമ്മുടെ കയ്യിൽ വന്നാലല്ലേ വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വാതിൽ, നിങ്ങളാണ് ആ വാതിൽ. യെസ്, മേ ഗോഡ് ബ്ലെസ് യു ബോത്ത്. ഓക്കെ. സോ അത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ 7 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നൽകേണ്ടത്. ഓഫ് കോഴ്സ് ശരിയായ ഉത്തരമായിരിക്കണം. ഏതെങ്കിലും ഉത്തരം തന്നാൽ പോരാ. എല്ലാ ചോദ്യങ്ങൾക്കും മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് ഉണ്ടാവും. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ആൻസർ ചെയ്യുമ്പോൾ ഒരു ആൻസർ ഓപ്ഷൻ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഫ്രീ ആയിരിക്കണം. വളരെ കോൺഫിഡൻ്റ് ആണെങ്കിൽ യു ക്യാൻ കീപ് ദിസ് മണി ഓൺ 1 ആൻസർ ഓപ്ഷൻ. മറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടും വെക്കാം 2 or 3 ബോക്സസിലായിട്ട്, 1 or 2 or 3 ബോക്സസിലായിട്ട്. ഓൾറൈറ്റ്. ആൻസർ ചെയ്യാൻ കിട്ടുന്ന സമയം 60 സെക്കൻഡ്സ് ആണ്. സോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ളത് 1 crore ആണ്. എൻ്റെ കയ്യിലുള്ളത് 7 ചോദ്യങ്ങളാണ്. ഓക്കെ. സോ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു 7 ചോദ്യങ്ങൾ 1 കോടി. ഇതാണ് നിങ്ങളുടെ ദൂരം. 7 ചോദ്യങ്ങളുടെ ദൂരം മാത്രം. സോ ആർ യു റെഡി ടു പ്ലേ? ഓക്കെ. ഇവര് മത്സരിക്കാൻ തയ്യാറായിരിക്കാണ്. ലെറ്റ്സ് പ്ലേ വിവൽ കയ്യിലൊരു കോടി. ആർ യു റെഡി? ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഓരോ ചോദ്യങ്ങൾക്കും ഈ 2 കാറ്റഗറീസ് തരുന്നതായിരിക്കും. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാറ്റഗറി ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ്. ടു മേക്ക് ഇറ്റ് ഈസിയർ, ഇറ്റ്സ് എ സ്റ്റെപ്പ്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കാറ്റഗറീസ് പ്ലീസ്. സാഹിത്യം ആൻഡ് പ്രഥമ സ്ഥാനം. സാഹിത്യം. ആൻസർ ഓപ്ഷൻസ് ഇതാണ്: കൊച്ചി ലൈബ്രറി, തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി, പാലക്കാട് ലൈബ്രറി, കണ്ണൂർ ലൈബ്രറി. ചോദ്യം നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല ഏത്? ആൻസർ ഓപ്ഷൻസ് ഇതാണ്: കൊച്ചി ലൈബ്രറി, തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി, പാലക്കാട് ലൈബ്രറി ആൻഡ് കണ്ണൂർ ലൈബ്രറി. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ പ്ലീസ്. സമയം ആരംഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ആവാനാണ് വഴി. കൊച്ചിയിലെ സമയം പോകുന്നു. 50 seconds. കാശ് വേഗം നീക്കി വെക്കണം.
സമയം പോകുന്നു 40 സെക്കൻഡ്. വെക്കാത്ത കാശ് നഷ്ടപ്പെടും എന്ന് ഓർക്കുക. 30 സെക്കൻഡ് ബാക്കി. Seconds remaining. 10. Time over. കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല ഏത്? ആൻസർ ഓപ്ഷൻസ്: കൊച്ചി ലൈബ്രറി 20 ലക്ഷം വെച്ചിരിക്കുന്നു, തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി 80 ലക്ഷം, പാലക്കാട് ലൈബ്രറി ഒന്നുമില്ല, കണ്ണൂർ ലൈബ്രറി ഒന്നുമില്ല. എനിക്ക് നിങ്ങൾക്ക് ഓഫർ ചെയ്യാനുള്ളത് ഒരു ക്വിക്ക് ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്, വിച്ച് യു ക്യാൻ യൂസ് വൺസ് ഇൻ എ ഗെയിം ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ 1 and 6. നിങ്ങൾക്കത് എക്സ്ട്രാ 30 സെക്കൻഡ്സ് ആണ്. അതിപ്പം യൂസ് ചെയ്യണോ വേണ്ടയോ? കാശ് റീ അറേഞ്ച് ചെയ്യാൻ ഇല്ല. സോ ഇതിൽ ഒന്നാണ് നിങ്ങൾ ഷുവർ ആണ്. ഓക്കെ, പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. They're ready for the drop. So, കൊച്ചി ലൈബ്രറിയിലെ 20 ലക്ഷം, തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിലെ 80 ലക്ഷം. ടോപ്പ് ഓർ ഡ്രോപ്പ്? തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി 80 ലക്ഷം. ടോപ്പ് ഓർ ഡ്രോപ്പ്?